يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ പ്രസക്തമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മാസത്തിലേക്ക് ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങളുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹിജ്റ കലണ്ടറിൽ നിന്ന് ഒരു വർഷം കൂടി പൂർത്തിയാവുന്നു. തഖ്വീമുൽ ഹിജ്രിയ്യയുടെ അടിസ്ഥാനത്തിൽ ആദ്യ മാസമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ പരിഗണിച്ചു വരുന്ന, അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നായ മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് പവിത്രമായ മാസങ്ങളിലാണ് എന്ന് പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒട്ടുവളരെ പ്രാധാന്യവും പവിത്രതകളും ഒക്കെയുള്ള ഒരു മാസത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവേശിക്കുന്നത്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം പോലും പവിത്രമാക്കപ്പെട്ടത് എന്നതാണ്. മുസ്ലിം ഉമ്മത്തിൽ പലരും ഈ പവിത്രമാക്കപ്പെട്ടത് എന്ന് ഭാഷാർത്ഥത്തിൽ പോലും വരുന്ന ഈ മാസത്തെ കാണുന്നത് നഹ്സായിട്ടാണ്. എന്ന് പറഞ്ഞാൽ
ദുശ്ശകുനമായി, ഒന്നിനും കൊള്ളാത്തതായി നന്മകളിലേക്ക് വ്യാപരിക്കാൻ തെരഞ്ഞെടുക്കാവുന്ന ഒന്ന് ആയിട്ടല്ല പലരും കാണുന്നത്. അതിനൊക്കെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഉദ്ധരണികളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് പലയിടങ്ങളിൽ നിന്നും നമ്മൾ കേരളത്തിൽ പോലും കാണുന്നത്. പ്രത്യേകിച്ചും മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം അവരുടെ വാദപ്രകാരം. അപ്പൊ നല്ല കാര്യങ്ങൾക്കൊന്നും ഈ ദിവസങ്ങളെ തെരഞ്ഞെടുക്കരുത് എന്നതാണ് അത്തരം വാദക്കാരുടെ ധാരണയും അവരുടെ മാസികകളിലും അവരുടെ പ്രഭാഷണങ്ങളിലും അവർ സമൂഹവുമായി ഇടപെടുന്ന എല്ലാ പ്രക്രിയകളിലൂടെയും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ഇങ്ങനൊരു വിശ്വാസം ഉണ്ടായത് എങ്ങനെ? നമ്മുടെയൊക്കെ വീട്ടിൽ വിരുന്നു വരുന്ന ആളുകളിൽ നിന്ന് പോലും നമ്മൾ ഇത്തരം ധാരണകൾ കേൾക്കാറുണ്ട്. എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കല്യാണ നിശ്ചയമൊക്കെ നടക്കണം, അതല്ലേ ഈ കുടുംബത്തില് വേണ്ടപ്പെട്ട ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീട് കൂടുക. അപ്പോഴൊക്കെ നമ്മള് എല്ലാവരുടെയും ഒരു പൊരുത്തവും എല്ലാവരുടെയും ഒരു സമ്മതവും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളാണല്ലോ. അവിടെയൊക്കെ വരുമ്പോ എന്റെയും നിങ്ങളുടെ ഒക്കെ വീട്ടിലേക്കും സ്വന്തം കാര്യങ്ങളിലേക്കൊക്കെ ഈ സംഗതി കടന്നു വരും. അപ്പൊ അതൊന്ന് കഴിഞ്ഞോട്ടെ, മുഹറം ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ തീരാ നഷ്ടങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെയാണ് തരുന്ന ഉപദേശം. ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു? അത് ഷിയായിൽ നിന്ന് വന്നു, റാഫിദകളിൽ നിന്ന് വന്നു. ആ ഷിയാക്കളുടെ പ്രചാരകരായിട്ടുള്ള കേരളത്തിലെ പ്രഗത്ഭരായി അറിയപ്പെടുന്ന ആൾക്കാര് പതിയെ പതിയെ ഓരോ വർഷവും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെ. ഇപ്പൊ മുഹറം 10-ന് അതിദാരുണമായി കർബലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന്റെ സ്മരണാർത്ഥം, അതിന്റെ വാർഷിക അനുസ്മരണമായി മുഹറം 10 കർബല ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയാക്കൾക്കിടയിൽ ആ ദിവസം ശരീരത്തിൽ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട്, സ്വന്തത്തിൽ പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം ആരാധനാ കർമ്മങ്ങളുണ്ട്. അത്രമാത്രം കേരളത്തിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ചില റിഫ്ലക്ഷൻസ്, അതിന്റെ ചില പ്രതികരണങ്ങൾ, പ്രതിഫലനങ്ങൾ നമ്മളിലേക്കും നമ്മുടെ നാട്ടിലേക്കും കടന്നു വന്നിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് കാര്യം വരുമ്പോഴും, കല്യാണാലോചന വരുമ്പോ, പിന്നെ അത് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇത് ആലോചിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്തേക്ക് എല്ലാത്തിനും ഈ മെജോറിറ്റി വരുന്ന ഭാഗം ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോ കച്ചവടത്തിൽ, പിന്നെ ബാക്കിയുള്ള ഓരോ മേഖലയിലും അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ശരിക്കും വിശ്വാസികൾ എന്താണ് അറിയേണ്ടത്? ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ഏതെങ്കിലും ഒരു ദിവസത്തിനോ ഏതെങ്കിലും ഒരു ടൈമിനോ ഒക്കെ പ്രശ്നമുണ്ട്, ദുശകനാണ്, നക്സാണ് എന്നൊക്കെ പറഞ്ഞ വിശ്വാസം ഉണ്ടല്ലോ, അത് തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ, അള്ളാഹുവിനുള്ള ഏകത്വത്തിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അത് പ്രശ്നങ്ങളും വിഘാതങ്ങളും സൃഷ്ടിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഖുദ്സിയായ ഹദീസ്. നമുക്കറിയാം ഖുദ്സിയായ ഹദീസ് എന്താണ്. അല്ലാഹു തആല അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലിൽ നിന്ന് വന്നിട്ടുള്ള അത്തരം ഹദീസുകൾ കാണുന്ന ഖുദ്സിയായ ഹദീസുകളാണ്. അങ്ങനെ ഒരു ഹദീസ് നമുക്ക് കാണാം. യുബ്ദീനി ഇബ്നു ആദം, ആദമിന്റെ സന്താനം, മനുഷ്യ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു. ആരാ പറയണത്? അല്ലാഹു എന്നെ ഉപദ്രവിക്കുന്നു. അള്ളാഹിനെ എങ്ങനെ നമുക്ക് ഉപദ്രവിക്കാൻ കഴിയാം? അതിന് നമുക്ക് എങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ളത് റസൂല് പറഞ്ഞല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു, ആ മനുഷ്യൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപദ്രവിക്കുന്നു. ആരാണ്? യഖൂലു,
ഇങ്ങനെ പറയുന്നവരാണ്. യാ ഖൈബത്തദ് ദഹർ, അല്ലയോ നാശം പിടിച്ച വർഷമേ, നാശം പിടിച്ച കാലമേ എന്ന് പറയുന്ന ആൾ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് പറയാണ്, ഫലാ യഖൂലന്ന അഹദുക്കും യാ ഖൈബത്തദ് ദഹർ, നാശം പിടിച്ച കാലമേ എന്ന് നിങ്ങൾ ആരും പറയരുത്. ഫഇന്നീ അന ദഹർ, തീർച്ചയായും ഞാനാണ് കാലം. ഉഖല്ലിബു ലൈലഹു വ നഹാരഹു, രാവിലെയും പകലിനെയും മാറ്റിമറിക്കുന്നത് ഞാനാണ്. ഫൈദാ ശിഖ്തു, ഞാൻ എന്നാലും ഉദ്ദേശിച്ചാൽ ഖബൽതുഹുമാ, അതിനെ രണ്ടിനെയും പിടിച്ചു വെക്കാൻ എനിക്ക് പറ്റും. അല്ലാഹു വിചാരിച്ചാൽ രാവും പകലൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്. ഫലാ യഖൂലന്ന അഹദുകും യാ ഖൈബത്തദ് ദഹർ, കാലത്തെ കുറ്റം പറയുന്ന ആൾക്കാര്, നശിച്ച കാലം എന്ന് പറയുന്ന ആൾക്കാര് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടാകരുത്. അപ്പൊ ഈ കലണ്ടറിൽ നഹ്സിന്റെ ദിവസങ്ങൾ എന്ന് എഴുതി വെക്കുന്നവർ ചെയ്യുന്ന ഏർപ്പാടെന്താണ്? നമ്മൾ ആരെയും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ, അല്ലെ നമ്മുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ചിന്താമണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം മോശമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, ദിവസത്തിലും മാസത്തിലും ശകുനം കാണുന്നത് അള്ളാഹ് ചീത്ത പറയുന്നതിലേക്ക് ചേർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹിനോട് ചീത്ത പറയാ, എന്നെ കുറച്ച് ആൾക്കാർ ചീത്ത പറയുന്നു, അവരെന്നെ ചീത്ത പറയുന്നു. ആരാ? നശിച്ച കാലമേ എന്ന് പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് അള്ളാഹിനെ ചീത്ത പറയുന്നതിന് തുല്യാണ്. നമ്മൾ ഒരു ദിവസം വേണ്ട, ഒരു സമയം, അത് മോശപ്പെട്ട ഒരു സമയമാണ്, വല്ലാത്തൊരു ഹലാക്ക് പിടിച്ച സമയമായി പോയി പറയാൻ വിശ്വാസിക്ക് പറ്റില്ല. അത് തൗഹീദിൽ നമുക്ക് വ്യതിയാനം ഉണ്ടായതിന്റെ ഉദാഹരണമാണ്. അപ്പൊ എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും വിശ്വാസിക്ക് പവിത്രമാണ്, ശ്രേഷ്ഠമാണ്. എന്നാൽ അതിശ്രേഷ്ഠകരമായി പരിചയപ്പെടുത്തിയ ചിലത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാമാണ്. അതേപോലെ തന്നെ പ്രത്യേകം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ശ്രേഷ്ഠകരമാണ്. റമദാനിലെ അവസാനത്തെ 10 അതിശ്രേഷ്ഠമാണ്. ഇങ്ങനെ ശ്രേഷ്ഠതയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്ത് എല്ലാ ദിവസങ്ങളും നന്മകൾക്ക് അനുയോജ്യമാണ്. ഒരു സമയവും ഒരു വിശ്വാസിയും വെറുതെ കളയാൻ പാടില്ല. ഫൈദാ ഫറഗത ഫൻസുബ് വഇലാ റബ്ബിക ഫറഗ, ഒഴിവ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒഴിവ് കണ്ടെത്തിയിട്ട് ഏർപ്പെടണം എന്ന് പറഞ്ഞ ആൾക്കാര് ഒരു നന്മയും തുടങ്ങാൻ ഈ സമയം പറ്റൂല എന്നൊക്കെ ചിന്തിക്കുന്നതിലെ ആ ഒരു കൃത്യമായ മൂഢത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരിച്ച സമയത്ത് അന്നത്തെ ദിവസം തന്നെ സൂര്യന് ഗ്രഹണം ബാധിച്ചു. അപ്പൊ ഈ സൂര്യഗ്രഹണത്തിലേക്ക് ചേർത്തി ഈ മരണത്തെ വാദിക്കാൻ തുടങ്ങി കുറച്ച് ആൾക്കാർ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു കൊടുത്തത് അറിയോ? ഇന്ന ശംസ വൽ ഖമർ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും ആയത്താനി മിൻ ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. യുഖവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടൊക്കെ പേടിപ്പിക്കുകയും ചെയ്യും. വഇന്നഹുമാ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മരിച്ചു എന്നതിന്റെ കാരണത്താൽ അത് ഒരിക്കലും ഗ്രഹണബാധിതമാവുകയില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മരിച്ചുകൊണ്ട് സൂര്യൻ ഒരു ഗ്രഹണവും ബാധിക്കുന്നില്ല. അള്ളാഹ് വിചാരിക്കുന്ന സമയത്ത് അത് സംഭവിക്കും. ആ ഗ്രഹണത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ശാസ്ത്രീയമായിട്ടൊക്കെ ഉള്ള കണക്കൊക്കെ പ്രകാരം നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്ന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്വല്ലു, അപ്പൊ നിങ്ങൾ സ്വലാത്തുൽ കുസൂഫ് നിർവഹിക്കണം, ഗ്രഹണ നമസ്കാരം നിർവഹിക്കണം. ആ എന്ത് ചെയ്യണം? നിങ്ങളിൽ നിന്ന് അത് ആ ഗ്രഹണം മായുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥനയിൽ നിരതമായിരിക്കണം.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ അത്തീറത്തു ശിർക്കുൻ അത്തീറത്തു ശിർക്കുൻ. സലാസൻ 3 തവണ ആവർത്തിച്ചത്. ശകുനം നോക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാതകമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിലേക്ക് ചേർത്തിയാണ് ശകുനത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസി ഓർക്കേണ്ട ഒരു ശകുനമുണ്ട്. ആ ശകുനം എപ്പോഴാണ് നടക്കുക? ആ ശകുനം വീട്ടിലോ പരിസരത്തോ പള്ളിയിലോ നമ്മുടെ കച്ചവടത്തിലോ ഒന്നുമില്ല. ദുനിയാവിലെ ജീവിതത്തിൽ എവിടെയും ശകുനമില്ല. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ ഓർക്കേണ്ട ഒരു ശകുനുണ്ട്. ആ ശകുനം ഉണ്ടാവരുതെന്ന് കരുതിയാൽ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 13-ാമത്തെ ആയത്തിൽ പറയുന്നത്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. നാളെ പരലോകത്ത് കഴുത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട വിധത്തിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എത്തുന്ന ഒരു ദിവസമുണ്ട്. എന്റെ ശകുനത്തെ ഞാൻ കഴുത്തിൽ ചുറ്റിപ്പൊതിഞ്ഞല്ലോ, എന്റെ ശകുനത്തെ പേറിക്കൊണ്ടാണല്ലോ ഞാൻ വന്നിട്ടുള്ളത് എന്ന് പരലോകത്തെത്തുമ്പോ, അള്ളാഹുവിന്റെ നികാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ ഹിസാബിനെയൊക്കെ നേരിടുന്ന സമയത്ത് യൗമൽ ഖിയാമ, അവിടെ ഒരു ത്വാഇർ നടക്കുന്നുണ്ട്. അറബികൾക്കിടയിൽ ഈ തീറത്തൊക്കെ വളരെ സജീവമായിരുന്നു. പക്ഷി കൊണ്ട് ലക്ഷണം നോക്കിപ്പിക്കുന്നൊക്കെ പരിപാടി. ഇതിനൊക്കെ എടുത്തിട്ട് പടച്ചോ കണക്ട് ചെയ്ത് തന്നെട്ടാ പരലോകത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ശകുനം ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ ആർക്കാ ശകുനം? ഇവിടെ ശകുനം നോക്കിയാൽ അവിടെ ശകുന. ഇവിടെ ശകുനം നോക്കിയിട്ട് അന്ന് ചെയ്യാതെ മാറി നിന്ന് പിന്നെ ഒരു കറുത്ത പൂച്ച അങ്ങനെ ബൈക്കിന്റെ മുമ്പിലൂടെ പോയാൽ എന്താ സംഭവിക്കുക? ഒരു മനുഷ്യൻ മുമ്പിലൂടെ പോയാൽ ആ മനുഷ്യൻ ചെറിയ പരിക്കാൻ പറ്റുള്ളൂ, വലിയ വേഗത ഉണ്ടെങ്കിൽ. നമ്മൾ ചെറിയ വേഗതയിലാണെങ്കിൽ തന്നെ കറുത്ത പൂച്ച മുമ്പിലൂടെ പോയ പൂച്ച ഒന്നായിട്ട് ജാമാവും, ആംബ്ലേറ്റ് ആവും. അതിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കൂല. ഇത് മനസ്സിലാക്കേണ്ട വ്യക്തി ഇത് പോയതോടുകൂടി അന്നത്തെ ദിവസം പിന്നെ മൊത്തം ആലോചന ഓഫീസിൽ ചെന്ന് ചെയ്യാനുള്ള വർക്കൊന്നുമല്ല. പിന്നെ കംപ്ലീറ്റ് ആലോചന, പഠിച്ചോനെ ഇന്നിപ്പോ എന്താ സംഭവിക്കുക, ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും എന്റെ മുമ്പിലൂടെ ഈ കറുത്ത പൂച്ച പോയിട്ടാന്നുള്ള ഓർക്കുക പിന്നെ അവസ്ഥകളുള്ളത്. ഇനി കൈ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ആദ്യം പിന്നെ നമ്മുടെ കടയൊക്കെ കച്ചവടത്തിന് ആദ്യം പിന്നെ വരുന്ന ആള് അവന് കടം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ജാതി ഏർപ്പാടിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കൗമിന് അയിമത്തീങ്ങളായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ ഇമാമമാരായിട്ട് ഇങ്ങനെ വലിയ ചമഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അവര് തീരുമാനിക്കണം. ഇതൊന്നും ജനങ്ങൾക്ക് യോജിച്ചതല്ല എന്നുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം? പ്രമാണബന്ധിതമായിട്ടാണ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത്തരം ശകുനങ്ങളുടെ ദിവസങ്ങളൊക്കെ മാറ്റി വെക്കണം. കാരണം അള്ളാന്റെ കലണ്ടറിൽ ശകുനമില്ല, അള്ളാഹുവിന്റെ കലണ്ടറിൽ ശകുനമില്ല. പിന്നെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്ത ലോകത്ത് ശകുനമുണ്ട്. അതാർക്കാ ശകുനം? ഇവിടുന്ന് ശകുനം നോക്കിക്കോളി എന്നൊക്കെ പഠിപ്പിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് അള്ളാഹുവിൽ നിന്ന് വേറിട്ട് നിർത്തിയിട്ട് അങ്ങനെ ശിർക്ക് ചെയ്ത് ജീവിപ്പിച്ച ആളുകൾക്ക് അതിന്റെ കൂടെ നിന്നിട്ട് അപ്പോസ്തലന്മാരായിട്ടും പിന്നെ അതിന്റെ പിന്തുടർച്ചാവകാശമൊക്കെ വാദിച്ചിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടുത്തെ ശകുനത്തിൽ നമ്മൾ പെടാതിരിക്കാൻ. ഇപ്പൊ മനുഷ്യന്റെ അധികം ആൾക്കാരും പരലോകത്തെ ശകുനമാകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പേടിയില്ല. ദുനിയാവിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, പാടില്ലാത്ത, തൗഹീദിനെതിരാവുന്ന ധാരാളം ശകുനങ്ങൾ ഇങ്ങനെ കെട്ടിയുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഭാഗത്തൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ആൾക്കാര് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് ആ അസുഖം ഇങ്ങനെ ഒരാൾക്ക് കഴിയുമ്പോഴേക്ക് അടുത്താൾക്ക് വരുമല്ലോ. ചിലപ്പോ അങ്ങനെയാണ്. നമുക്ക് മക്കൾക്ക് അസുഖം എന്നും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണത് നമ്മുടെ അയൽവാസി കാണുമ്പോ ഈ ജാതി നഫ്സിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കൂടി കടുപ്പം കൂടും. പറയും, അത് കണ്ടില്ലേ ഓനെ മുഹറം 1 ഓന്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ഓന്റെ കുട്ടിന്റെ കല്യാണം നടത്തിയത് അന്നല്ലേ, അതിന്റെ പ്രശ്നമാണത്. എന്നിട്ടോ എല്ലാ വയറുവേദനയും തലവേദനയും അല്ലെ
എല്ലാം ഇതിലേക്ക് ചേർത്തിയിട്ട് ഇങ്ങനെ ഒരു കണക്ടിവിറ്റിയാണ്. നോക്കിയാലും എത്രമാത്രം വൈരുദ്ധ്യമാണ്. ഇവിടെ വിശ്വാസം എന്താ ആലോചിക്കേണ്ടത്? എന്റെ മക്കൾക്ക് അസുഖമുണ്ട്, അതേ സമയത്ത് എനിക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പോലും പറ്റാത്തവരെ ഞാൻ പെട്ട് കിടക്കാണ്, എന്റെ എല്ലാ സമ്പാദ്യങ്ങളും പോയി. ആ സമയത്തും എന്റെ മനസ്സിലുണ്ടാകേണ്ട ധാരണ എന്തായോ? ഞാനെന്ത് ചെയ്യും? ഇവിടെ എന്റെ യുദ്ധം എന്താണ്? ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ക്ഷമിക്കണം, ഇവിടെ ക്ഷമിക്കണം. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവേണ്ടത് എപ്പോഴാ? ഈ ജാതി ആൾക്കാർ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. മുഹറം 10 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ശ്രദ്ധേയമായ ഒരു ഡേറ്റ് ആണ്. അതിന്റെ കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കാരണം ഫിർഔൻ എന്ന നരമേധൻ, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ, അനറബ്ബുകുൽ ആയില എന്ന് മാലോകരോട് വിളിച്ചു പറഞ്ഞ നേതാവുണ്ടല്ലോ, ആ നേതാവിനെയും അവന്റെ അനുയായികളെയും ചെങ്കടലിൽ മുക്കി നശിപ്പിച്ച ദിവസമായിരുന്നു മുഹറം 10. അപ്പോ ആ രൂപത്തിൽ പല കാര്യങ്ങളും സുഖലോലുപതയുടെ പറുദീസയിൽ ആണെന്ന് കരുതി ആനന്ദ നൃത്തമാടിയ ഫിർഔനിന്റെ പതനത്തെ പറ്റിയിട്ട് ഖുർആൻ എന്താ പറഞ്ഞാലോ? കം തറബു മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളാണ് അവർ വിട്ടുവെച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, മാന്യമായ പാർപ്പിടങ്ങൾ അവർ ഒഴിവാക്കി പോയില്ലേ. വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അനുഗ്രഹങ്ങളുടേതായിട്ടുള്ള എല്ലാ ഫലഭൂഷ്ടമായിട്ടുള്ള എല്ലാം അവർ ഒഴിവാക്കി പോയിരിക്കുകയാണ്. കദാലിക്, അപ്രകാരം വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, വരാൻ പോകുന്ന ഒരു തലമുറക്ക് കൊടുത്തിട്ടാണ് അവർ പോയത്. ഇത് നമ്മളോട് കൂടിയുള്ള താക്കീതാണ്. നമ്മൾ എന്തിവിടെ ചെയ്താലും, എത്ര അഹങ്കാരത്തോടു കൂടി മുന്നോട്ട് പോയാലും, നമ്മളത് പറയാൻ നമ്മൾ ചെയ്തു വെച്ച അമലുകൾ, നമ്മൾ കുടിച്ചു പോയ നമ്മുടെ പാനീയങ്ങൾ, നമ്മൾ തിന്നു തീർത്ത ഭക്ഷണങ്ങൾ, ഇതിനപ്പുറത്തൊന്നുമില്ല. അതിന്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യരുതെന്നും വേണ്ട. പക്ഷെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ അഹങ്കാരവും മൂർത്തിഭാവവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം അതൊക്കെ വിട്ടേച്ച് പോവേണ്ടതാണ്. അനറബ്ബുകുൽ ആയില എന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔനെ കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞത് കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അപ്രകാരം മറ്റൊരു തലമുറക്ക് അത് കൊടുത്തിട്ടാ പോയത്. നമ്മളും നമ്മുടെ അനന്തരാവകാശികൾക്കൊന്നും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞാലും ഓരത് മസിൽ പിടിച്ച് വാങ്ങി ഓരും ഇതാക്കി പോകും. ഓരത് കഴിഞ്ഞാൽ അത്ര മസിൽ പിടിച്ച് പോയതാണെങ്കിലും അടുത്ത 1-2 കൊല്ലം കഴിയുമ്പോൾ ഓര് വലിച്ചാൽ ഓരും അപ്പുറത്തേക്ക് പോകും. ഇതിനൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക. അതുകൊണ്ട് മുഹറം എന്ന് പറയുന്ന ഒരു മാസം അത് ശ്രേഷ്ഠകരമായ മാസമാണ്. അള്ളാഹു പവിത്രമാക്കിയ നാലിൽ ഒന്നാണ്. അതിലെ നോമ്പ്, മുഹറം മാസത്തിൽ നോക്കുന്ന നോമ്പുകളെ പറ്റിയിട്ട് റസൂൽ പറഞ്ഞത് അഫ്ദലു സിയാം ബഅദ റമദാൻ ശഹ്റുല്ലാഹി മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, അത് റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് കഴിഞ്ഞാൽ ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ്. ഓരോ നോമ്പിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും, ദിവസങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ഒരു സമയവും മോശപ്പെട്ടതല്ല. ചില സമയങ്ങൾ കുറച്ച് കൂടുതൽ അതിന് പ്രോത്സാഹനവും അതിന് കൂടുതൽ നന്മകൾക്ക് പ്രാധാന്യമൊക്കെ ഉണ്ട്. എന്നത് കഴിഞ്ഞാൽ ഒരു സമയം പോലും ഒന്നിനും പറ്റാത്തതല്ല. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا إلى الإسلام صلى الله على نبينا محمد وآله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത് വുളൂവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതുപോലെയാണ്
വിശ്വാസികൾ ആരാധനകളൊക്കെ നിർവഹിക്കേണ്ടത്. നമുക്ക് തോന്നുന്ന ഒരു രൂപമുണ്ടാക്കി അത് പ്രാവർത്തികമാക്കലല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ അതിനെ വിശദീകരിച്ച് തന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ, ഇത് അല്ലെങ്കിൽ റസൂൽ ചെയ്തത് പറഞ്ഞത് മറ്റുള്ള സ്വഹാബാക്കൾ ചെയ്തതിന് അനുവാദം നൽകിയത് അല്ലെങ്കിൽ അതിനെ എതിർപ്പ് പറയാത്തത്, ഇതൊക്കെ സുന്നത്താണ്. ആ രൂപത്തിൽ നമ്മൾ വുളൂഉമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, വുളൂഉ എന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ താക്കോലാണ്, മിഫ്താഹു സ്വലാത്ത്. ആ വുളൂഉ ഏത് രൂപത്തിലാകണം എന്നതിന്റെ ഒരു ഒറ്റ ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാമത്തെ ഖുത്ബയിൽ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിനെ കുറച്ച് ഭാഗങ്ങൾ, ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ആഴ്ചയിൽ നമുക്ക് പറയാൻ ശ്രമിക്കാം, കേൾക്കാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ വേണ്ടിയിട്ട്. ലഖൈതു ബിൻ സബീറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ആ ഹദീസിലുള്ളത് അസ്ബിഗിൽ വുദു, നമ്മൾ വുദുവിനെ നീ എന്ത് ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഖൈത്തിനോട് പറയാം, വുദുവിനെ നീ പൂർണ്ണമായി നിർവഹിക്കണം. അതേപോലെ തന്നെ വഖല്ലിൽ ബൈനൽ അസാബി, വിരലുകൾക്കിടയിൽ തിക്കകറ്റണം. വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റുന്നത് അത് പൂർണ്ണ അവസ്ഥയിലാണ്. ഇതൊരു തത്വമാണ്. ഇല്ല അൻ തകൂന സാലിമ, നിനക്ക് ആ ദിവസം നോമ്പില്ലെങ്കിൽ നീ നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ വുളൂ എപ്പോഴാണ് അത് ബാത്തിലാകുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിന്റെ ഡീപ്പായിട്ട് പറയുന്നത്. വുളൂഇന്റെ നിബന്ധനകൾ പാലിച്ചാൽ തന്നെയും എന്ന് പറഞ്ഞിട്ട് മുഖം കഴുകാനും തല തടവാനും കാല് കഴുകാനൊക്കെ ഉള്ള ഭാഗങ്ങളാണ് ആകെ പറയുന്നത്. അത്ര ഭാഗങ്ങൾ നനഞ്ഞാൽ തന്നെ വുളൂഇന്റെ നിബന്ധനയാണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. സുന്നത്ത് കിട്ടണം എങ്കിൽ ഒരാളുടെ വുളൂ പൂർണ്ണമായി റസൂല് നിർവഹിച്ച വുളൂ ആകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ മൂക്കിൽ വെള്ളം കയറ്റുക, ഇസ്തിൻഷാഖ് എന്നായിട്ട് പറയാം. അതേപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിന് മദ്മള എന്ന് പറയും, മദ്മള. അപ്പൊ മദ്മളത്തും ഇസ്തിൻഷാഖും ഇസ്തിൻസാറും ഒക്കെ പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ വെള്ളം വായിലാക്കുക എന്നുള്ളതിന് ആരും മറക്കലില്ല, വെള്ളം വായിലാക്കില്ല. പക്ഷെ ഈ മൂക്കിൽ വെള്ളം കയറ്റുന്നതിന് 3 രൂപത്തിലുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും അലി റളിയല്ലാഹു അൻഹു നിന്നൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും. 3 വിധത്തിലാണത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊന്ന്, മൂക്കിലും വായിലും ഒരേ സമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ ഒരു തവണ വായിലേക്കും ആക്കി അതേ വെള്ളം കൊണ്ട് തന്നെ മൂക്കിലേക്കും കയറ്റി, എന്നിട്ട് അത് ചീറ്റിക്കണം. അത് 3 വട്ടം ചെയ്യുന്ന രീതി. അപ്പൊ 3 കവിൾ വെള്ളം ആണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ, വായിലും മൂക്കിലും വെള്ളം കയറ്റാൻ അവിടെ ആവശ്യമുള്ളത്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു തവണ വെള്ളം എടുത്തിട്ട് 3 തവണ എന്ത് ചെയ്യുന്നു, ഒറ്റ കവിൾ വെള്ളം കൊണ്ട് തന്നെ 3 വട്ടം നമ്മൾ വായിലേക്ക് വെള്ളം ആക്കുന്നു, എന്നിട്ട് അത് തുപ്പിക്കളയുന്നു. രണ്ടാമത്തെ ഒരു കോരലുണ്ട് 3 തവണ വായിലേക്കും മൂക്കിലേക്ക് വെള്ളമാക്കുന്നു, അങ്ങനെ അത് ചീറ്റിക്കളയുന്നു. ഇതാണ് രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തവണയും വായിലേക്ക് വെള്ളം വേറെ വെള്ളം കൊണ്ടാക്കുന്നു, അതേപോലെ തന്നെ 3 തവണയും മൂക്കിലേക്ക് വായിലേക്ക് വേറെ വെള്ളം കൊണ്ടാക്കുന്നു. അപ്പൊ അതിന് ഈ മൂന്നാമത്തത് അത്ര പ്രബലമായിട്ട് നമുക്ക് ഇതിനെ ശരഹ് ചെയ്തതായിട്ടൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. ആദ്യത്തെ 2 ഭാഗങ്ങൾ അഥവാ മൂക്കിലും വായിലും അറ്റ ടൈം മൂക്കിലും വായിലും ആക്കുന്ന രീതി, അത് അഭികാമ്യമായിട്ടുള്ള രീതി അതാണ്. മൂക്കിലും വായിലും എടുത്തിതാക്കുന്നു. അപ്പൊ 3 തവണയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടി വരിക. അപ്പൊ മൂക്കിൽ വെള്ളം കുറച്ചെങ്കിലും ആയിട്ടില്ല നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വുദൂ ചെയ്യുന്നതായിരിക്കും നന്നാവുക.
അത് വുളു ബാത്തിലാകുന്നത് കൊണ്ടല്ല, മറിച്ച് സുന്നത്ത് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കരണീയമായിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഈ 2-3 ഭാഗങ്ങൾ ഇതിൽ ഏത് സ്വീകരിച്ചാലും അതിന് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ ഒരുമിച്ച് ഒരാളെന്ത് ചെയ്യുന്നു, വെള്ളം കയ്യിലെടുത്തിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ വായിലേക്ക് വെള്ളാക്കുന്നു, അതോടൊപ്പം മൂക്കിലേക്ക് കയറ്റുന്നു. എന്നിട്ട് ഇത് ചീറ്റുന്ന സമയത്ത്, ഇസ്തിൻസാർ നടത്തുന്ന സമയത്ത് നമ്മൾ ഇടത്തെ കൈയാണ് ഉപയോഗിക്കേണ്ടത്. മറ്റേതിന് ഇസ്തിൻഷാക്കിനും മളുമളത്തിനും നമ്മൾ ഉപയോഗിക്കേണ്ടത് വലത് കൈ. ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് യദുൽ യുസ്ര, ഇടത്തെ കൈ. ഇതിൽ യദുൽ യുംനയാണ് മളുമളത്തിനും ഇസ്തിൻഷാക്കിനും ഉപയോഗിക്കേണ്ടത്. ഇസ്തിൻസാറിന് ഉപയോഗിക്കേണ്ടത്, ചീറ്റിക്കളയാൻ ഉപയോഗിക്കേണ്ടത് ഇടത്തെ കൈയാണ്. ഈ സുന്നത്തുകളൊക്കെ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഖുതുബയിൽ തന്നെ ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഏത് രൂപവും ഈ പറഞ്ഞതിൽ സ്വീകരിക്കാം. മൂക്കിലും വായിലും കൂടി ഒരുമിച്ച് വെള്ളാക്കിയിട്ട് അങ്ങനെ 3 കോരൽ കൊണ്ട് ഇതാക്കുന്നത് അതല്ല. ഇനി വായിലേക്ക് നമ്മൾ ഈ ആദ്യം ഒരു കവിളെടുത്തിട്ട് അത് വായിലേക്ക് ആദ്യം 3 വട്ടാക്കിയിട്ട് അങ്ങനെ തുപ്പലും കയറ്റിലും ഒക്കെ ആയിട്ട് അത് പ്രൊസീജിയർ കഴിയുന്നു. പിന്നെ അടുത്ത വെള്ളം എടുത്തിട്ട് മൂക്കൽ മാത്രമാക്കിയിട്ട് അതും ഇതാക്കുന്നു. അപ്പോഴും 2 തവണയാണ് കോരൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. മൂന്നാമത് പറഞ്ഞത് കുറച്ചുകൂടി വെള്ളമൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിനെ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അല്ല ഓരോന്നിനും സെപ്പറേറ്റ് വെള്ളം എടുക്കാനുള്ളത്. അപ്പോ ബാക്കി 1-2 പറഞ്ഞ ആ ഒരു സ്റ്റാറ്റസിന് തന്നെയാണ്, ആ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മുടെ വുളു നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ആ ഒരു അർത്ഥത്തിൽ വുളുവിന്റെ ഓരോ ഭാഗങ്ങളും, പ്രത്യേകിച്ച് നമ്മളത് വെള്ളമാക്കുന്നത് വലത് കൈ കൊണ്ടും വെള്ളം മൂക്കിൽ നിന്ന് ചീറ്റിക്കളയുന്നത് ഇടത് കൈ കൊണ്ടൊക്കെ ആകുന്നത് സിമ്പിളായ കാര്യമാണ്. പക്ഷെ ആ കാര്യങ്ങളിൽ നമുക്കൊരു ജാഗ്രതയും നമുക്കൊരു ഗൗരവവും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഭാവിയിൽ മനസ്സിലാക്കാനും അറിയാനും സുന്നത്തിന് പ്രാധാന്യം കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ അത് നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും അതിൽ സഹകരിക്കുക. നമ്മൾ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് നാളെ പരലോകത്ത് നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് അത് കിട്ടത്തക്ക രൂപത്തിലുള്ള വിധത്തിൽ അല്ലാഹു ക്രമീകരിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമുമായ റബ്ബേ, അറിയാതെ രഹസ്യപരസ്യ ജീവിതങ്ങളിൽ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, നീ പവിത്രമാക്കിയ മാസങ്ങളെ പവിത്രമായി കാണാനും നിന്റെ ദിവസങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ ഏതെങ്കിലും ഒന്നിലും യാതൊരു വിധത്തിലുള്ള ദുശ്ശകുനം കാണാതിരിക്കാനും ഒക്കെയുള്ള നല്ല സന്മനസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ, നീ നിശ്ചയിച്ചിട്ടുള്ള ആരാധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നിർവഹിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. അറിയാനും പഠിക്കാനും ഒക്കെയുള്ള ഞങ്ങളുടെ താല്പര്യത്തെ നീ വർദ്ധിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ, മാതാപിതാക്കൾ മഗ്ഫിറത്തും റഹ്മത്തും അവർക്ക് പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين.